ശബരിമലയിൽ സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് ഡി മണി അടക്കമുള്ള പുതിയ അവതാരങ്ങളും വരികയാണ്. നീ അധോലോക ബന്ധത്തിലേക്കാണോ നീങ്ങുന്നത്? നമ്മളെ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ ഇപ്പം നമ്മൾ മാറ്റേണ്ട ഒരു അവസരത്തിലോട്ട് വന്നേക്കാണ്. കാരണം സ്വർണ്ണപ്പാളി മാത്രമല്ല വിഷയം. സ്വർണ്ണപ്പാളി എല്ലാം കൂടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു 30 കിലോയെ വരുത്തുള്ളൂ. അതിനേക്കാളുമൊക്കെ എത്രയോ വലിയ ഒരു മോഷണമാണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ വെച്ച് മനസ്സിലാക്കാൻ. ഇത് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2007 തൊട്ട് അല്ലെങ്കിൽ 2009 തൊട്ട്, കൃത്യമായിട്ട് അവർ പറയുന്നില്ല. 2009 തൊട്ട് എന്തായാലും ഈ സ്മാർട്ട് ക്രിയേഷൻസ് ശബരിമലയുടെ ജോലിയിലോട്ട് ഇടപെട്ടിട്ടുണ്ട്. വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യം, കേരളത്തിലെ ഇത്രയും ടെക്നോളജി നമ്മുടെ ആൾക്കാരിലൊക്കെ ഉണ്ടായിട്ട് കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റാതെ ഈ ഒരു സ്വർണ്ണപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട് വരെ പോയി എന്ന് പറയുന്നതും അത് ചെന്നൈ വരെ പോയി എന്ന് പറയുന്നത് വലിയ അതിശയമാണ്. എന്തായാലും അവിടുന്ന് ആദ്യം പിന്നെ ദാവൂദ് മണി എന്നായിരുന്നു, പിന്നെ ദുബായ് മണിയായി, പിന്നെ ദിണ്ടിക്കൽ മണിയായി, പിന്നെ ഇപ്പോൾ ഡയമണ്ട് മണിയായി. എന്തായാലും മണിയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പക്ഷെ അദ്ദേഹം ഇന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നാണ്. കാര്യം അദ്ദേഹം മനസ്സാ വാചാ കർമ്മന അറിയാത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയും അദ്ദേഹത്തെ കേരളത്തിലും തമിഴ്നാട്ടിലും മുഴുവൻ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കി ഉണ്ടായാൽ ആത്മഹത്യ ചെയ്ത് കളയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പസിലാവുന്നത് തന്നെ കുറ്റത്തിൻ്റെ ലക്ഷണമാണ്. അല്ല, ഇതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രേഖകൾ നോക്കിക്കൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ തീരാന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഇത്രയും പിന്നെ സെൻറ്റിമെൻ്റായി ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരും കുറ്റമൊന്നും ആരോപിച്ചിട്ടില്ലോ. എന്താണ് കാര്യങ്ങളെന്ന് അദ്ദേഹത്തെ പോയി അന്വേഷിക്കുകയും കാണുകയും ചോദിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്തു. പോലീസുകാരന് ഒരു ആളെ വന്നിട്ട് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ. അത് തിരുവനന്തപുരത്തെ കോടതിയുടെ ഉത്തരവോടെയാണ് പോയി ചോദ്യം ചെയ്തത്. അയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ് അവിടെ പറ്റിയിരിക്കുന്നത്. അറസ്റ്റ് വാറണ്ടുമായിട്ടല്ല നമ്മൾ കേരളത്തിൽ നിന്ന് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തന്നെ തമിഴ്നാട് പോലീസ് ഇതിനകത്ത് സഹകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇനി ബെല്ലാരിയിൽ പോയി കഴിഞ്ഞാലും ഇതേ അവസരം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഹൈദരാബാദിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകളുണ്ട്. അപ്പോൾ അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഹൈക്കോടതി ബെഞ്ച് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് മറ്റ് സ്റ്റേറ്റുകളിലുള്ള IPS ഓഫീസർമാരെയും കൂടെ ഉൾപ്പെടുത്തി ഈ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ, നിയമപരമായിട്ട് തടസ്സമില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാര്യം കേസന്വേഷണത്തിൽ താല്പര്യമുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉണ്ട്. വെറുതെ നമ്മൾ അവരെ തലയിൽ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ല. കേസന്വേഷണത്തിൽ താല്പര്യമുള്ള, അതിന് വേണ്ടിയിട്ട് ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ കേരള പോലീസിലുണ്ട്, മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവർ സീനിയറായിട്ടുള്ള ഒരു IPS ഓഫീസർ തമിഴ്നാട്ടിലുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു നിസ്സഹകരണം തമിഴ്നാട് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട് അതോറിറ്റീസിൽ നിന്നോ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ ഇന്ന് മണ്ഡലകാലം കഴിഞ്ഞ് 41 ദിവസം കഴിഞ്ഞ് മണ്ഡലപൂജയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം തങ്കിയങ്കി ചാർത്തി ദീപാരാധനയൊക്കെ നടക്കുന്ന സമയം. ഇനി തിരുവാഭരണം തന്നെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് കേരള ദേവസ്വം ബോർഡ് ഒരിക്കൽ ശ്രമിച്ചതാണ്. ഇപ്പം പന്തളം രാജകൊട്ടാരത്തിൻ്റെ കയ്യിലിരിക്കുന്ന തിരുവാഭരണം അവരുടെ കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. നേരത്തെ ഈ മലയരെ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ദേവസ്വം ബോർഡ് എടുത്തിട്ട്, തങ്കവിഗ്രഹമാണ്, അതെടുത്തിട്ട് കടുത്ത സ്വാമിയുടെ തങ്കവിഗ്രഹം എടുത്തിട്ട് അവർ ദേവസ്വം ബോർഡിൻ്റെ ലോക്കറിൽ വെച്ചേക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇപ്പോൾ ഈ ഡി മണി അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, എന്തായാലും ഒരു അന്താരാഷ്ട്ര കടത്ത് സംഘം ഉണ്ട് എന്ന് ഉള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഈ കേസ് ആദ്യം ചെല്ലുമ്പോഴത്തേക്ക് തന്നെ ഹൈക്കോടതി ഉന്നയിച്ച ഒരു സംശയമുണ്ട്. വെറും സ്വർണ്ണപ്പാളിയും സ്വർണം പൂശലും ഒന്നും അല്ല, യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ആദ്യമേ തന്നെ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ ചോദിച്ചു. അപ്പോൾ അവരുടെ സമ്പന്നത കൊണ്ടായിരിക്കും അവർക്ക് ചോദിക്കാൻ കഴിഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. വെളിയിലുള്ള തങ്കവിഗ്രഹത്തിൻ്റെ പിന്നെ തങ്കപ്പാളികളൊക്കെ ചിലപ്പോൾ അഴുക്കി എടുക്കുകയോ അതിനകത്ത് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്ന വിചാരിക്കും. പക്ഷേ അത് അകത്തോട്ടുകൂടെ കടന്ന്, ലോക്കറിലും കൂടെ കടന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ ശ്രീ രമേശ് ചെന്നിത്തല ഒരു ഗോൾ അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റാരും അതിനകത്ത് മുൻപോട്ട് വരാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഗവൺമെൻറ്റിൻ്റെയും കാലഘട്ടങ്ങളിൽ, UDF-ൻ്റെയും LDF-ൻ്റെയും ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ് ഈ കൊള്ള.
അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നേരത്തെയുള്ള കാര്യം പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ കൂടെ എനിക്കറിയാമെന്നുള്ള ആൾക്കാരുണ്ട്, അവരിതാണെന്ന് പറഞ്ഞു. ഇനി അവർ പറഞ്ഞതിൽ നിന്നും കൂടുതൽ ആൾക്കാരിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു ഏകാംഗ നാടകമായിട്ട് അവസാനിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇനിയും ധാരാളം കഥാപാത്രങ്ങൾ ഇതിനകത്തോട്ട് വരാനുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനുണ്ട്. ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം മാത്രമല്ല, ഇതുപോലെ പുരാതനമായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ട്. ഈ ഡയമണ്ട് മണി എന്ന് പറയുന്ന ആൾ നേരത്തെ ഇറിഡിയം മണി എന്നാണ് അറിയപ്പെടുന്നത്. ഇറിഡിയം കച്ചവടത്തിൽ പുള്ളിക്കാരന് പങ്കുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ക്ഷേത്രങ്ങളിലെ താഴെക്കുടങ്ങളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഇറിഡിയം, എനിക്ക് അങ്ങനെ ഒരു ലോകത്തെ പറ്റിയിട്ട് അറിയത്തില്ല, ശക്തമായിട്ടുള്ള റിപ്പോർട്ടുകളും ഇല്ല. അപ്പം അങ്ങനെ ഒരു ഇറിഡിയം, റൈസ് പുള്ളർ, അങ്ങനെയുള്ള RP എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ചില ഇടപാടുകളിൽ ഈ ബാലമുരുകൻ എന്ന് പറയുന്ന ആളോ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളോ മണി എന്ന് പറയുന്ന ആൾക്കോ ഒക്കെ ബന്ധമുണ്ടായെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുള്ളൂ, ശബരിമലയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പുള്ളിക്കാരൻ നിശ്ചയിക്കുന്നത്. പക്ഷേ ശബരിമലയിലെ ഈ കേസിൽ ജയിലിൽ കിടക്കുന്ന പലരുടെയും ഫോണിൽ ഇയാളുടെ നമ്പറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം വന്ന് ശബരിമലയിൽ വന്നിട്ട് പോയ ആളുടെ നമ്പറൊന്നും, നമ്മളൊക്കെ 1, 2, 5 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടല്ലോ, നമ്മളാരുടെ നമ്പറൊന്നും അവരിലില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ കാര്യങ്ങൾ കാര്യമായിട്ടുണ്ടെന്ന് തന്നെയാണ്. ഇനിയും നമ്മുടെ ജയിലിൽ കിടക്കുന്ന കള്ളന്മാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പുറത്തു വരാനുള്ള സാധ്യത. ജയിലിനകത്ത് കിടക്കുന്ന കള്ളന്മാരെക്കാൾ കൂടുതൽ പുറത്താണല്ലോ ഇപ്പോൾ. അല്ല, ഇപ്പം നമുക്ക് അവരെയല്ലേ നമുക്ക് ഭേദ്യം ചെയ്ത് ചോദ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. വെളിയിൽ കിടക്കുന്നവർ എത്ര പേരാണെന്നോ അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള പിടിപാടുകൾ എന്തെന്നോ ഒക്കെ നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് മുൻ 2 ദേവസ്വം ബോർഡ് മെമ്പർമാരെ ഇന്ന് ചോദ്യം ചെയ്യുകയാണ്. വൈകുന്നേരത്തോടെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. കാര്യം അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ അവരെ ഇന്ന് വൈകുന്നേരം ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. അല്ല, അങ്ങനെ അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ CPM എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? മുഴുവൻ അവരുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിവാദങ്ങൾ മുഴുവൻ വരുന്നത്. അല്ല, പാർട്ടിക്ക് ഇപ്പോൾ ഇതിനകത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കുറ്റാരോപിതരാണ് എന്ന് മാത്രമാണ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അപ്പം കോടതിയുടെ മുമ്പ് കുറ്റങ്ങൾ തെളിയിട്ടെ, കൂടുതൽ അന്വേഷണങ്ങൾ അതിൻ്റെ പുറത്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെൻറ്റാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. ഇക്കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പം ആ ഹൈക്കോടതിയുടെ തീർപ്പ് ഏകദേശം തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ അറിയാൻ പറ്റും. ഹൈക്കോടതിക്ക് മുമ്പ് അതിലൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതൊരു നിർണായക ഘടകമാണ്. മറ്റ് രാഷ്ട്രീയ നേതാക്കളിലോട്ട് ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകുമോ എന്നുള്ളത് ഒരു നിർണായക ഘടകമാണ്. കോടതിയുടെ മുമ്പ് CBIക്ക് കേസ് വിടാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത് തോന്നുന്നു. അന്വേഷണ സംഘത്തിൻ്റെ ഈ ഇഴച്ചിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 110 ദിവസമായിട്ടും അന്വേഷണ സംഘത്തിന് കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. തൊണ്ടി മുതലൊന്നും കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു 400 ഗ്രാം സ്വർണ്ണം എന്താണ് ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത്. 400 പവനോ 400 ഗ്രാം സ്വർണ്ണം എന്താണ് പിടിച്ചിട്ടുള്ളത്. ബാക്കി തൊണ്ടി മുതലൊന്നും കണ്ടെടുത്തിട്ടില്ല. കള്ളന്മാരെ ശരിക്കും അറസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാനും ഈ അന്വേഷണ സംഘത്തിന് കൈവിലങ്ങിടുന്ന സർക്കാരാണോ അന്വേഷണ ഉദ്യോഗസ്ഥർ? തീർച്ചയായിട്ടും സർക്കാരിന് താല്പര്യമുള്ളവർ മുൻനിർത്തി തന്നെയാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ പ്രവൃത്തിയെ പറ്റിയിട്ട് കേരളത്തിൽ ആർക്കും തൃപ്തിയുള്ളതായിട്ട് ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ആഭ്യന്തരമന്ത്രിക്ക് പോയിട്ട് വേറെ ആർക്കും അതിനകത്ത് തൃപ്തിയുള്ളതായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയ വിഷയമായി മാറ്റാൻ കോൺഗ്രസ് വലിയ ശ്രമം നടത്തുന്നുണ്ട്. കോൺഗ്രസ് ഇത് അധികം രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ പോറ്റിയെ കയറ്റി എന്നൊരു പാട്ട് തന്നെ ലീഗുകാരാണ് ഇറക്കിയത്, കോൺഗ്രസ്സുകാർ പിന്നീടാണ് അറിയുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഇത് വലിയ രാഷ്ട്രീയ വിഷയമാക്കാനുള്ള സാധ്യത ഇല്ല. കാര്യം ദേവസ്വം ബോർഡിനകത്ത് ഇപ്പം നമ്മൾ കാണാത്ത ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേവസ്വം ബോർഡ് കോളേജുകളിൽ നിയമനം. അപ്പോൾ ഇപ്പോൾ അയ്യപ്പന്റെ ഈ പ്രശ്നം വിവാദമാക്കുന്നത് ലീഗുകാരാണല്ലേ? ലീഗുകാരാണ് ഈ പാട്ടും ഇതൊക്കെ കൂടുതൽ വിഷയമാക്കുന്നത്. കാര്യം ഇതിനകത്ത് ഒട്ടും തൊടാത്ത, ഈ ദേവസ്വത്തിൽ ഒട്ടും തൊടാത്ത ഒരേ ഒരു പാർട്ടി ലീഗാണല്ലോ. അപ്പോൾ അവരെന്തായാലും ദേവസ്വം ഭരണത്തിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ CPIക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും മിണ്ടിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ആശയപരമായിട്ട് ചിന്തിച്ച് അഭിപ്രായം പറയുന്ന ആളാണ് D രാജയും നമ്മൾ ബിനോയ് വിശ്വവും. ഈ ശബരിമല കാര്യം അവർ അറിഞ്ഞിട്ടേ ഇല്ല. ഇടതുപക്ഷ മുന്നണിയിൽ ആരും അറിഞ്ഞിട്ടില്ല. കോൺഗ്രസിന് ഇതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ആകെ താല്പര്യം ഈ ലീഗുകാർ കൊണ്ട് ഉണ്ടാക്കുന്ന ഇടങ്ങേറാക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കി ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ്. BJP ഇതുവരെയുള്ള സംസ്ഥാനത്തെ അവരുടെ നിലപാടനുസരിച്ചിട്ട് CPMനോട് കൂടെ പോകുന്ന ഒരു നിലപാടായിരുന്നു. ആദ്യമായിട്ടാണ് അവരുടെ നിലപാടിലൊരു വ്യതിയാനം ഉണ്ടാകുന്നത്. ഇതിലെ കേസുമായിട്ട് നേരിട്ട് അവർ ഹൈക്കോടതിയിലോട്ട് പോയിരിക്കുന്നു.
ഒരു അമിത്ഷയെ കൊണ്ടുവരും, CBI കൊണ്ടുവരും എന്നൊക്കെ ഇവിടെ സുരേന്ദ്രനൊക്കെ പറയുന്നതല്ല. ഇന്നുവരെ ആരും അതിൻ്റെതായ കേസിൽ ചെല്ലുകയോ കക്ഷി ചേരുകയോ അല്ലെങ്കിൽ അതിനകത്തൊരു കൺസേൺഡ് പാർട്ടിയാണെന്ന് പറയുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അന്വേഷണ സംഘത്തിന് ഒന്നിൽ ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ ഇത് CBIക്ക് വിടുക, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ വ്യാപ്തി കൂട്ടുക എന്നുള്ളതാണ്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓഫീസർമാർ കൂടെ ചേർത്തിട്ട് ഇതൊരു അതായത് ഈ വെങ്കടേഷിൻ്റെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായുള്ള മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യതയും കൂടെ ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനുണ്ട്.